നമസ്തേ. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. എത്ര വലിയ ധനാഢ്യനായാലും എത്ര വലിയ സമ്പത്തിന്റെ മുകളിൽ ചടഞ്ഞിരിക്കുന്ന ആളായാലും ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തില് ആ സമ്പാദ്യത്തിന്റെ ആ സമ്പാദ്യം ഉണ്ടാവാതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് മഹാവിഷ്ണു ഭഗവാന്റെ. മഹാവിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവി സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. എന്തോ കാരണം കൊണ്ട് ഇവർ തമ്മില് വഴക്കടിച്ച് ലക്ഷ്മി ദേവി മഹാവിഷ്ണു ഭഗവാനെ പിണങ്ങിപ്പോയപ്പോഴ് മഹാവിഷ്ണു ഭഗവാൻ വളരെ ദരിദ്രനായി. ലക്ഷ്മി ദേവി പോയ സമയത്ത് വളരെ ദരിദ്രനായിട്ട് പോയിരുന്ന ആ സ്വരൂപത്തില്, അത് കൊടുത്താൽ കൈ നിറച്ച് കിട്ടുന്ന സ്വരൂപത്തിൽ ഇരിക്കുന്ന, എത്ര വന്നാലും കടന്നിരാത്ത ഒരു സ്വരൂപത്തിലാണ് തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ എത്ര വലിയ ധനാഢ്യനായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ധനം ഇല്ല, അല്ലെ ധനം കിട്ടുന്നില്ല എന്നൊരു കയ്പുനീര് കുടിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പം ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു രൂപ നമ്മൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പെടാതെ ആർക്കും ഒരു രൂപ കൊടുക്കത്തില്ല. അപ്പൊ ആ വരുന്ന സാമ്പത്തികം നമുക്ക് ഗുണമായാലും ദോഷമായാലും ഐശ്വര്യമായാലും സമ്പത്തായാലും എല്ലാം നമ്മുടെ വീട്ടിലോട്ട്, നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിലോട്ട്, നമ്മുടെ ആരൂഢത്തിലോട്ടാണ് വന്നു കയറുന്നത്. അപ്പൊ നമുക്ക് ആ വീട്ടിലായാലും പേഴ്സിലായാലും സ്ഥാപനത്തിലായാലും ഒക്കെ സമ്പാദ്യം വന്നു കഴിഞ്ഞാൽ, സമ്പത്ത് വന്നാൽ സമ്പാദ്യമായിട്ട് മാറണം. നമുക്ക് എവിടെങ്കിലും ഒക്കെ അത് ഡെപ്പോസിറ്റ് ചെയ്യാനോ എവിടെങ്കിലും ഒക്കെ ആഭരണങ്ങളായിട്ടോ വസ്തുക്കളായിട്ടോ ഒക്കെ സൂക്ഷിക്കാനോ ഒക്കെ പറ്റണം. അതിനുതകുന്ന കുറച്ച് മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ പറയാം, ഒരു വർഷത്തിൽ ഒരിക്കല്, അതെത്ര സാമ്പത്തികത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ട്, പാന മേടിക്കാൻ തോട്ടി മേടിക്കാൻ വയ്യായോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വർഷം ഒരാൾക്ക് 5 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ വരവുണ്ടെങ്കിൽ, അല്ലെ ഒരു 1 ലക്ഷം രൂപയെങ്കിലും വരവുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരാള് വീട്ടില് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ക്ഷിപ്ര ഗണപതി ഹോമം, അഷ്ടലക്ഷ്മി പൂജ, ഗ്രഹശാന്തി പൂജ. ഗണപതി ഹോമം എല്ലാവർക്കും അറിയാം, തടസ്സങ്ങൾ മാറുന്നതിന്. ക്ഷിപ്ര ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ കുറച്ച് പവർ കൂടുതലാണ്. പെട്ടെന്ന്, അതായത് ചില ഈ അഴുക്കും പൊടിയൊക്കെ പിടിച്ചിരിക്കുമ്പോ നമ്മൾ വാക്കുകളിൽ പവർ കൂടിയ വാക്കുകളൊക്കെ പിടിക്കും, പെട്ടെന്ന് അഴുക്ക് പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ നെഗറ്റീവ് മാറി പെട്ടെന്ന് പോസിറ്റീവ് വരുന്ന ഒരു ഹോമമാണ് ക്ഷിപ്ര ഗണപതി ഹോമം. അതുപോലെ അഷ്ടലക്ഷ്മി, 8 ലക്ഷ്മി അറിയാമല്ലോ, ധനലക്ഷ്മി, ശൗര്യലക്ഷ്മി, വീരലക്ഷ്മി, അങ്ങനെ 8 ലക്ഷ്മിമാരുണ്ട്. ആ 8 ലക്ഷ്മിമാരുടെ പ്രത്യേകം പത്മങ്ങളൊക്കെ വരച്ച് വിശേഷമായിട്ട് അവർക്കുള്ള 8 പേർക്ക് 8 തരം നിവേദ്യങ്ങളൊക്കെ നേതിച്ച് ചെയ്യുന്നൊരു പൂജയാണ്. ധനം, ധാന്യം എല്ലാം, ഐക്യത എല്ലാം ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരു പൂജയാണ് അഷ്ടലക്ഷ്മി പൂജ. ഗ്രഹശാന്തി പൂജ. ഇതൊക്കെ സാമ്പത്തികത്തിന് സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ട്, ഉത്തമനായ ഒരു ബ്രാഹ്മണനെ കൊണ്ട് വിധിപ്രകാരം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലങ്ങൾ ഉണ്ടാവും. വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. 365 ദിവസം ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം, ഒരു നേരത്തെ കാര്യമുള്ളൂ. ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിധിപ്രകാരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇല്ലെങ്കിൽ എന്നെ സമീപിച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, കിട്ടുന്നതിൽ ഒരു ഭാഗം ഒരു ചെറിയ വഞ്ചി വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് ആ വഞ്ചിക്കകത്ത് ഇടുക. ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കാം. ഇഷ്ടമുള്ള ദേവി, ശിവനോ വിഷ്ണുവോ, ഇഷ്ടമുള്ള ദേവതയ്ക്ക് ഒരു വർഷമാകുമ്പോൾ കൊണ്ട് സമർപ്പിക്കാം. ഇപ്പം ശബരിമല കണ്ടില്ലേ, ശബരിമല അയ്യപ്പനെ കാണാൻ പിന്നെ ഒരു അരിശൻ എന്നാ പറയുന്നത്. ആന്ധ്രക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെ ഒരു കുടുക്കയില് അവരുടെ സമ്പാദത്തിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന്, ഒരു കിഴിയായിട്ട് അത്രയും ഭാഗം ചുമന്ന് കൊണ്ടുവന്നിട്ടാണ് ഭഗവാനെ സമർപ്പിക്കുന്നത്. അയ്യപ്പനെ സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇരട്ടിയായിട്ട് അവർക്ക് അടുത്ത വർഷം കിട്ടുന്നത്. അവരുടെ സമ്പാദം ഒരു ഭാഗം ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാൻ അത് കാണാതിരിക്കത്തില്ല. അതിന് ഇരട്ടി അവർക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നരച്ച അല്ലെങ്കിൽ കീറിയ പേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ നരച്ച പേഴ്സ്, കീറിയ പേഴ്സ്, നാണയം നഷ്ടപ്പെട്ടു പോകുന്ന പേഴ്സ്, അതൊന്നും സൂക്ഷിക്കാൻ പാടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുക. രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിലെ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു നാണയമെങ്കിലും കൈനീട്ടം വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവരുടെ ഒരു ഭാഗം തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് ഒരു നാണയമെങ്കിലും കൈനീട്ടം വാങ്ങിച്ചുകൊണ്ട് പോവാമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭാഗ്യമില്ലാത്ത വസ്ത്രങ്ങൾ, ചില വസ്ത്രങ്ങൾ ഭാഗ്യം കാണത്തില്ല, ഇട്ടുകൊണ്ട് പോയ ഒരു കാര്യം സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഭാഗ്യമില്ലാത്ത വസ്ത്രങ്ങൾ കളയാൻ പറയത്തില്ല, ആർക്കെങ്കിലും ഡ്രൈ ക്ലീൻ ചെയ്തിട്ട്, വസ്ത്രങ്ങളിൽ എത്രയോ പേര് ഉണ്ട് ഈ അനാഥാലയത്തിലും മറ്റുമൊക്കെ ഉള്ളവർക്ക്, ഒരു പ്രാവശ്യം ഒരു കോടി വസ്ത്രം വാങ്ങിച്ചു, നമ്മളൊരു പ്രാവശ്യം ഇട്ട് നോക്കി, നമുക്ക് ആ വസ്ത്രം ഭാഗ്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാം. കത്തിച്ചു കളയുന്നതിലും ഭേദമല്ലേ. നമുക്ക് ഭാഗ്യമില്ലാത്ത മറ്റൊരാൾക്ക് ചിലപ്പോൾ ഭാഗ്യമായി എന്ന് വരാം, നമുക്കറിയില്ല.
അങ്ങനെയുള്ള ആർക്കെങ്കിലും കൊടുക്കാം. 3 മാസത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന ഒരു പ്രോഫിറ്റിന്റെ 1% 3 മാസത്തിലൊരിക്കൽ ഏതെങ്കിലും അനാഥർക്ക്, നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം ദാനം ചെയ്യുന്നതിനായിട്ട് ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ അന്നദാന ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന്, ചെറിയ എമൗണ്ട് ആണ് കൊടുക്കാൻ നാണക്കേടാണ്, അന്നദാനത്തിന് കൊടുക്കാൻ നാണക്കേടാണെങ്കിൽ അത് ആ അന്നദാനം നടത്തുന്ന ഒച്ചറ പോലെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ അന്നദാന വഞ്ചികാണ്, പണാർശാലയിലുണ്ട്, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ട്. അന്നദാന വഞ്ചിക്കകത്ത് കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഇതുപോലെ വീട്ടിലെ എല്ലാ വസ്തുക്കളും അടുക്കി പെറുക്കി വെക്കുക. പൊടി എല്ലാം തൂത്തു ഉടച്ച് കളയുക. ആഴ്ചയിൽ നമ്മൾ താമസിക്കുന്ന ആ സ്ഥലം എല്ലാം ക്ലീൻ ചെയ്തിടണം. ഇതൊക്കെ നമുക്ക് ഐശ്വര്യം വരുന്നതിന് ഏറ്റവും സഹായകമാണ്. ആഴ്ചയിൽ ഒരിക്കലും ഉപ്പുവെള്ളം കൊണ്ടുള്ള നിലം തുടയ്ക്കുക. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് 1 കിലോ ഉപ്പിടണമെന്നല്ല പറഞ്ഞത്, 1 നുള്ളു ഉപ്പിട്ടാൽ മതി. ആ ഉപ്പുവെള്ളം മഹാലക്ഷ്മിയാണ്, അത് ഐശ്വര്യമാണ്. അതിട്ട് എല്ലായിടത്തും തുടയ്ക്കുന്ന പോസിറ്റീവ് എനർജി കൂട്ടാൻ നമുക്ക് സഹായിക്കും. വർഷത്തിൽ ഒരിക്കല് ഗൃഹത്തിലെ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയിട്ട് നമ്മുടെ പോയ വർഷത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നല്ല ഏതെങ്കിലും ജ്യോതിഷന്മാരെ കണ്ട് ചെയ്യുക. ഇതുപോലെ വീട്ടില് സാമ്പത്തികം നിലനിർത്താനായിട്ട്, വരുന്ന സാമ്പത്തികം നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സഹായിക്കുന്ന വേറൊരു കാര്യമുണ്ട്. വീടിന്റെ കണക്ക്, വാസ്തു ശരിയെങ്കിൽ പകുതി ശരിയെന്ന് പറയും. അപ്പൊ വാസ്തുപ്രകാരവും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും, മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നാളെ ഒരു കാലത്ത് നമുക്ക് സേവിങ്സുകൾ ഒരു അപകടം വരുമ്പോൾ ഉണ്ടാവാതിരിക്കട്ടെ. അഥവാ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ആപത്തോ ഒരു രോഗമോ വന്നു കഴിഞ്ഞാൽ 10 രൂപ കടം മേടിക്കാൻ നമ്മുടെ കയ്യിൽ എടുക്കാൻ കാണും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.